ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. Father, we come before your presence this evening time as one family. ഒരു കുടുംബമായിട്ട് കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്ന കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്ന ആരും ലജ്ജിക്കാൻ ഇട വന്നിട്ടില്ലല്ലോ കർത്താവേ. ഇന്ന് അങ്ങ് അയക്കുന്ന വചനത്തിൽ കൂടെ കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾ തുറപ്പിക്കണമേ കർത്താവേ. അങ്ങേ ആഴമായിട്ട് കാണുവാനും കർത്താവേ, ഹൃദയ കണ്ണുകൊണ്ട് കാണുവാനും കർത്താവേ, അങ്ങ് സംസാരിക്കുന്ന ആത്മാവിന്റെ വചനം കർത്താവ് ഞങ്ങളുടെ ചെവികൾ കൂടെ കേൾക്കുവാനും കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവെ അത് രൂപാന്തരം കൊണ്ടുവരാനും കർത്താവെ ഉപകരിക്കണമായ പരിശുദ്ധാത്മാവെ, അതിനെ ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പൂർണ്ണമായിട്ട് താഴ്ത്തി കരങ്ങളോട് സമർപ്പിക്കുന്നു. നന്ദി പറയുന്നപ്പ, വെറും കേൾവിക്കാരായി മാറാതെ വചനത്തിൽ ജീവിക്കുന്നവരായ കർത്താവെ, രൂപാന്തരം വന്ന് കർത്താവെ, സമൂഹത്തിന് കൊള്ളാവുന്ന ദൈവരാജ്യത്തിന്റെ അംബാസഡർമാരായി തീരത്തക്കവണ്ണം കർത്താവെ ഓരോരുത്തരെയും ഒരുക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയും. അതിനുവേണ്ടി ഞങ്ങൾ താഴ്ത്തി സമർപ്പിച്ച് അങ്ങയുടെ കരങ്ങളോട് സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പല പ്രാവശ്യം നമ്മൾ കേട്ട വചനമാണ്, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം ഒരു ക്ലാസ് തന്നെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. ഞാൻ ഇതിനകത്തുനിന്ന് ഒരു പർട്ടിക്കുലർ ടോപ്പിക് മാത്രം ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. 16-ാം വാക്യം, അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. Out of his fullness we have all received grace upon grace. കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തുന്നത്. അപ്പൊ യേശു വന്ന് ഈ പിതാവ് എന്താണ്, ഈ പിതാവ് ആരാണെന്നുള്ള പൂർണ്ണ രൂപത്തിൽ വന്ന് യേശു നമുക്ക് വെളിപ്പെടുത്തി. അപ്പൊ നമുക്ക് യേശുവിൽ കൂടെ കൃപമേൽ കൃപ. സോ വാട്ട് ഈസ് ദിസ് ഗ്രേസ്? അപ്പൊ ആ ഒരൊറ്റ വേർഡാണ് ഇന്നൊന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നത്. കൃപ എന്താണ്? വാട്ട് ഈസ് ഗ്രേസ്? നമുക്കെല്ലാം ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഇതിനകത്ത് പറഞ്ഞു. വാട്ട് ഈസ് ഗ്രേസ്, കൃപ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഒരു വളരെ കൃത്യമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. അപ്പൊ ആ ഇതിനെ നമ്മൾ പഠിക്കുമ്പോൾ വാട്ട് ഈസ് ഗ്രേസ് ആൻഡ് വാട്ട് ഈസ് നോട്ട് ഗ്രേസ്, രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. സാധാരണ നമുക്ക് ബൈബിളിൽ ഒരു എക്സ്പ്ലനേഷൻ എല്ലാവരും പറയുന്നത് ഗ്രേസ് ഈസ് അൺമെറിറ്റഡ് ഫേവർ, അർഹിക്കാത്ത ഒരു ഫേവർ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതൊരു കറക്റ്റ് ഡെഫിനേഷൻ അല്ല. കാരണം അർഹിക്കാത്ത ഒരു ഫേവർ അല്ല ഇത്, ഈ കൃപയെന്ന് പറയുന്നത്. കാരണം അങ്ങനെയെങ്കിൽ യേശുവിന് ഇതില്ലായിരുന്നു. കാരണം വചനം പറയുന്നത് ലൂക്ക 2:52. സൈറ ഒന്ന് വായിക്കൂ അത്. ലൂക്ക് ചാപ്റ്റർ 2:52. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അപ്പൊ യേശുവിനൊരു വളർച്ച വന്നു. He had to grow in grace and favor with God as well as with man. ദൈവത്തിനും മനുഷ്യരിൽ ഇത് വളരേണ്ടി വന്നു. ദൈവമായിരുന്നു, ഭൂമിയിൽ ജഡം എടുത്ത് ഭൂമിയിൽ വന്നു, എന്നിട്ടും he had to grow in this. അപ്പൊ അതൊരു വളർച്ച വേണം. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ എനിക്കും നിങ്ങൾക്കും ഇത് കൃപ എന്താ, നമ്മൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കൃപയാൽ കൃപ നമ്മൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ അതിന്റെ എക്സാക്റ്റ് ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. സോ എന്താണ്, സോ വാട്ട് ഈസ് റിയൽ ഗ്രേസ്? ഗ്രേസ് ഈസ് ദ എംപവറിംഗ് പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ സാമീപ്യം, ദൈവത്തിന്റെ പ്രസൻസ് ആണ്. എന്തിന്? ദൈവം നമ്മളെ കാണുമ്പോൾ, ക്രിസ്തു വഴി കാണുമ്പോൾ, ഹി സീസ് യു. ആ ഒരു ദൈവം എങ്ങനെ എന്നെയും നിങ്ങളെയും ക്രിസ്തുവിൽ കൂടെ കാണുന്നു, അതിലേക്ക് വളരുവാൻ സഹായിക്കുന്ന ഒരു ശക്തിയാണ്, ദൈവത്തിന്റെ പ്രസൻസ് ആകുന്ന ശക്തിയാണ് ഗ്രേസ് എന്ന് പറയുന്നത്. അതൊന്നുകൂടെ ഞാൻ പറയാം. It's the empowering presence of God that enables to become the man and the woman as God sees you in Christ Jesus. അപ്പൊ യേശു ക്രിസ്തു വഴിയായി പിതാവായ ദൈവം നമ്മളെ കാണുമ്പോൾ he sees something different. അതിലേക്കുള്ള യാത്രയിൽ നമ്മളെ വളർത്താൻ ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ പ്രസൻസ് ആണ്, ഒരു ശക്തിയായിട്ട് വരുന്ന പ്രസൻസിനെയാണ് നമ്മൾ ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ ഹെവൻ. അത് തുടക്കം സ്വർഗത്തിൽ നിന്ന്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആദിയിൽ നമുക്കിതറിയാം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിന്റെ കൂടെയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു, ആ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. അത് ദൈവത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്തുന്നതായിരുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായിരുന്നു. അപ്പൊ ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ ഹെവൻ. അപ്പൊ സ്വർഗത്തിൽ തുടങ്ങി
ആൻഡ് നൗ ഇറ്റ് ഈസ് ബീങ് ഫുൾഫിൽഡ് ഇൻ us. നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരിക. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ വേണം ഇത് എടുക്കാൻ. അപ്പൊ അത് തന്നെ അവിടെ ആ ഒരു ലേഖനത്തിൽ തന്നെ എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. അപ്പൊ കൃപയും സത്യവും ദൈവം എപ്പോഴും അയക്കുന്ന, എപ്പോഴും മനസ്സിലാക്കണം, ആദ്യം കൃപ, ഫസ്റ്റ് ഗ്രേസ് ആൻഡ് ദെൻ ട്രൂത്ത്, എപ്പോഴും. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ വചനമാകുന്ന സത്യം എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അത് അതിന്റെ ആ ഒരു എഴുതപ്പെട്ട അർത്ഥത്തിൽ വളരണമെങ്കിൽ ആദ്യം കൃപ വരണം. സോ ഗോഡ് ഓൾവേസ് ഗീവ്സ് യു ഗ്രേസ് ഫസ്റ്റ്. കൃപ തരും, ആ കൃപയെ നിർത്തി ശക്തീകരിക്കുന്ന പ്രസൻസ് നമ്മുടെ കൂടെ ഇരിക്കുമ്പോഴാണ് വി ക്യാൻ റിസീവ് ദ ട്രൂത്ത്. ആ വചനമാകുന്ന സത്യം നമ്മൾ സ്വീകരിച്ച് ആ സത്യത്തിൽ വളരാനും ആ മേഖലയിൽ ഒരു വിടുതൽ പ്രാപിക്കുവാനും നമ്മളെ സഹായിക്കുന്ന ശക്തിയാണ് ഈ കൃപ എന്ന് പറയുന്നത്. സോ ഗ്രേസ് കംസ് ഓൾവേസ് ബിഫോർ ട്രൂത്ത്. കൃപയും സത്യവുമാവുന്നേക്കുന്നത്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കണം. സോ ഗ്രേസ് സ്റ്റാർട്ടഡ് ഇൻ ഹെവൻ. സ്വർഗത്തിൽ തുടങ്ങി പിതാവിന്റെ വലതുഭാഗത്തിരുന്ന ദൈവമാകുന്ന യേശു വചനം മാംസം ധരിച്ച് ദൈവത്തിന്റെ ആ പൂർണ്ണത, ഫുൾനെസ് ഓഫ് ഗ്രേസ്, ദൈവത്തിന്റെ ആ പൂർണ്ണമായ കൃപ നിറഞ്ഞവനായി ഭൂമിയിൽ വന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നു. എന്താണ് ദൈവത്തിന്റെ കൃപ നമ്മൾ വെളിപ്പെടുത്തി തന്നു. അപ്പൊ തുടങ്ങിയത് സ്വർഗത്തിൽ, പുത്രൻ ഭൂമിയിൽ വന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു ലൈഫ് സ്റ്റൈൽ ഇവിടെ കാണിച്ചു. അപ്പൊ ആദ്യത്തെ ഒരു ചിന്ത വരേണ്ടത് കൃപ സ്വർഗത്തിൽ തുടങ്ങി, സ്റ്റാർട്ടഡ് ഇൻ ഹെവൻ. രണ്ടാമത്തെ ഒരു ചിന്ത വേണ്ടത് ഗ്രേസ് ഓൾവേസ് prepares us to have a relationship. നമുക്ക് പിതാവും പുത്രനും പരിശുദ്ധാവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുവാൻ ഒരു പ്ലാറ്റ്ഫോമായിട്ട് അത് നമ്മളെ സഹായിക്കുന്നത്. കാരണം ആ കൃപയിൽ നിന്നാണ് വി സ്റ്റാൻഡ് ഇൻ ഗ്രേസ്. അപ്പൊ ദൈവമാണ് ഇതിന്റെ മുഴുവൻ ഉത്ഭവിക്കുന്നത്. ഹി ഈസ് ദ സ്റ്റാർട്ടർ ഓഫ് ഓൾ ദീസ് തിങ്സ്. കാരണം നമ്മളെ ഒരു ബന്ധത്തിലേക്ക്, റിലേഷൻഷിപ്പിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. അത് നമുക്കറിയാം. ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി മൂലം എന്നെ ക്രിസ്തുവിലിട്ടു, ക്രിസ്തു എന്നെ ഇട്ടു. അപ്പൊ എന്നെ ക്രിസ്തുവിലിടുക വഴി എന്റെ പഴയ മനുഷ്യനെ മരിപ്പിച്ചു, ഒരു പുതിയ സൃഷ്ടിയാക്കി. ക്രിസ്തു എന്റെ ഉള്ളിൽ വന്ന് ഈ കൃപയാണ് ഇനി എന്നെ അടുത്ത വളർച്ചയിലേക്ക്, ആ ഫുൾനെസ് ഓഫ് ഗ്രേസിലേക്ക്, ആ നിറവിനോളം കൃപയുടെ പൂർണ്ണ രൂപം എന്നിൽ നിങ്ങളിലൂടെ വളർന്നു വരുവാൻ സഹായിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തീകരിക്കുന്ന ഒരു പ്രസൻസ് ആണ് എക്സാക്ട്ലി ഈ കൃപ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പിലേക്കാണ് വരുന്നത്. അപ്പോ എന്തുകൊണ്ട് ഇറ്റ്സ് ഓൾവേസ് റിലേഷണൽ? എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ വ്യക്തിപരമായ ബന്ധത്തിലായിരിക്കും? കാരണം ഗോഡ് ഈസ് എ റിലേഷണൽ ഗോഡ്. നമ്മളെ ആ ആദ്യ സ്നേഹത്തിനകത്ത് ദൈവം കൊണ്ടുവരിക വഴി, ലോകസ്ഥാപനത്തിന് മുന്നമേ ഉണ്ടായിരുന്ന സ്നേഹം, അതാണ് ഫസ്റ്റ് ലവ് എന്ന് ബൈബിളിനകത്ത് പറയുന്നത്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്, ആ ത്രിയേക ദൈവത്തിനകത്ത് ഉണ്ടായിരുന്ന ആ സ്നേഹം, ആ ഒരുമപ്പ്, ആ വൺനെസ്, ആ ഡിസയർ, ആ പാഷനകത്ത് എന്നെ നിങ്ങളെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. എന്തിന്? അവരെങ്ങനെയായിരുന്നോ അതിൽ പോലെ വളരാനും അവരെ പോലെ ആയിത്തീരാനുമാണ് ഈ കൃപ നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ വരാൻ. അപ്പൊ ഗ്രേസ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് ദ ഫാദർ. പിതാവാണ് ഇതിനെല്ലാം. അപ്പൊ ദൈവരാജ്യത്തിന്റെ എല്ലാ മാർമിക സത്യം അവിടെ തുടങ്ങും. ഗോഡ് ഈസ് ദ ഇനീഷ്യേറ്റർ. ദൈവം തുടങ്ങി വെക്കും. നമ്മളെ പ്രവർത്തി അതിനുള്ള പ്രതികരണമാണ്, റെസ്പോൺസാണ്. കാരണം ദൈവരാജ്യത്തിൽ ഒന്നും എന്നിൽ നിങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നേ ഇല്ല. ഉദാഹരണത്തിന്, ദൈവത്തെ സ്നേഹിക്കാം. നമ്മൾ സ്നേഹിച്ചു തീർന്നതല്ല, നമ്മൾ തേടിച്ചെന്ന സ്നേഹമല്ല, ദൈവം നമ്മളെ സ്നേഹിച്ച് ഇങ്ങോട്ട് വന്നതാണ്. അതിനൊരു 1-2 സ്ക്രിപ്ചേഴ്സ് ഞാൻ തരാം. ജോൺ ചാപ്റ്റർ 3:27 സാറാ ഒന്ന് വായിക്കാം. ജോൺ ചാപ്റ്റർ 3. ഇതെല്ലാം ഗ്രേസ് ദൈവത്തിൽ നിന്നാണ് കാണിക്കാൻ, ഈസ് ദ ഇനീഷ്യേറ്റർ ആണ് കാണിക്കാൻ. യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഇതാണ് ദൈവരാജ്യത്തിന്റെ ഒരു വലിയ മാർമിക സത്യമാണ്. എന്നെ നിങ്ങളെയും ദൈവരാജ്യത്തിൽ ദൈവം കൊണ്ടുവന്ന ഈ കൃപയ്ക്കകത്ത് നിർത്തിയിരിക്കുന്ന എന്തിനാ? ഈ യേശുവിനെ സ്വീകരിക്കാനും ആ സ്വീകരിക്കുന്നതിൽ ഒരു വളർച്ച, ബന്ധം സ്ഥാപിച്ച് ഒരു റിലേഷൻഷിപ്പിൽ വന്ന് ഒരു കൂട്ടായ്മ ആലോചിച്ച് ഫെലോഷിപ്പിൽ വളരുവാനുമാണ്. അപ്പോ ചുരുക്കം പറഞ്ഞാല് ഗ്രേസ് ഇസ് എ പ്ലാറ്റ്ഫോം, എ പ്ലേസ് വേർ യു ക്യാൻ സ്റ്റാൻഡ് ഇൻ ദ റിലേഷൻഷിപ്പ്.
അപ്പൊ ബന്ധം ദൈവം രക്തം വഴിയായി നമ്മളെ വിലക്കി വാങ്ങി നമ്മളെ സ്ഥാപിച്ചു. ആ ബന്ധത്തിൽ നമ്മൾ ഓൾറെഡി ആയിരിക്കുകയാണ്. ആ ബന്ധത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഫെലോഷിപ്പ്, കൂട്ടായ്മ ആചരിച്ചു വേണം നമ്മൾ ഈ വളർച്ച വരുവാൻ. ആ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ദൈവത്തിന്റെ ശക്തീകരിക്കുന്ന പ്രസൻസ് ആണ്, പവറാണ് ഗ്രേസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് ഗോഡ്. ദൈവത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു സ്ക്രിപ്റ്റോടെ ഞാൻ തരാം എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് തുടങ്ങുന്നത് നമ്മൾ പറയുന്നത്. എല്ലാം ദൈവരാജ്യത്തിന്റെ എല്ലാ സത്യങ്ങളും. റോമൻസ് ചാപ്റ്റർ 11:36, റോമാലേഖനം 11:36. എന്തെന്നാൽ എല്ലാം അവിടുന്ന് നിന്ന്, അവിടുന്ന് വഴി, അവിടുന്നിലേക്ക്, അവിടത്തേക്ക് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാണ് ഒരു സൈക്കിള്. ഫ്രം ഗോഡ് ടു ദ ജീസസ് ഇൻ us. പിതാവിൽ നിന്ന് നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിലേക്ക് വരുന്നു. പരിശുദ്ധാത്മാവ് വഴി ലോകത്തിലേക്കും തിരിച്ച് ദൈവത്തിലേക്കും. അപ്പൊ ഈ ഒരു സൈക്കിളാണ് എല്ലാം വരുന്നത്. അപ്പൊ ദൈവരാജ്യത്തിന്റെ എന്റെ എല്ലാം എനിക്ക് ദൈവത്തിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുന്നു അതിൽ വളരാന്. ആ സഹായിക്കുമ്പോൾ അത് ഞാൻ വളരും തോറും ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നത് എവിടെ? ലോകത്തിലാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. ലോകത്തിൽ പ്രാക്ടീസ് ചെയ്ത് അതുവഴി തിരിച്ച് പിതാവിലേക്ക് പോകും. സോ ഫ്രം ഗോഡ് ടു ദ ജീസസ്, ത്രൂ ദ ഹോളി സ്പിരിറ്റ്, ബാക്ക് ടു ഫാദർ. സോ ഫ്രം ഹിം, ത്രൂ ഹിം ആൻഡ് അൺടു ഹിം. ഈ ഒരു സൈക്കിളാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നതാണ് കൃപ, ദ എംപവറിംഗ് പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രസൻസ്. അപ്പൊ ഈ ദൈവത്തിന്റെ പ്രസൻസ് നമ്മളിലേക്ക് പിതാവിന്റെ സ്നേഹം മൂലമാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ക്രിസ്തുവിനുള്ളിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ പിതാവ് എങ്ങനെ യേശുവിനെ സ്നേഹിച്ചോ അതുപോലെ തന്നെ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു. അപ്പോ ഗ്രേസിന്റെ ഫസ്റ്റ് ഞാനും നിങ്ങളും പഠിക്കേണ്ടത് ഇറ്റ്സ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദ ഫാദേഴ്സ് ലവ് വിത്ത് us. അവിടുന്ന് വേണം തുടങ്ങാൻ. ഞാൻ സ്നേഹിച്ചു ചെന്നതല്ല, എന്നെ തേടി വന്ന സ്നേഹം. അപ്പോ അവിടെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത് നമുക്ക് ഒരുപാട് കുറവുകളൊക്കെ ഉണ്ട്. സോ അപ്പോ ക്രിസ്തുവിന്റെ പൂർത്തീകരണ പ്രവൃത്തി മൂലം പിതാവായ ദൈവം ഇന്ന് നമ്മളെ ക്രിസ്തുവിൽ കാണുമ്പോൾ ഹി സീസ് സംതിങ് ഡിഫറെന്റ്. കാരണം യേശുവിലാണ് നമ്മളെ കാണുന്നത്. നമ്മളെ കാണുന്ന നമുക്ക് ഒരുപാട് കുറവുകളുണ്ട്, ബലഹീനതകൾ, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അതിക്രമത്താലും പാപത്താലും മരിച്ചു കിടന്ന നമ്മളാണ്. നമുക്ക് കുറവുകളേ ഉള്ളായിരുന്നു. പക്ഷെ ആ മനുഷ്യനെ യേശുവിന്റെ ശരീരത്തിലിട്ട് മരിപ്പിച്ച് ഒരു പുതിയ ജീവനിലേക്ക്, ഒരു പുതിയ സൃഷ്ടിയാക്കി ഇന്ന് നമ്മളെ കൊണ്ടുവന്നിരിക്കുക. സോ പിതാവ് നമ്മളെ കാണുമ്പോൾ ഹി ഡസന്റ് സീ എനിത്തിങ് റോങ് ഇൻ us. അത് എനിക്ക് നിങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് വിശ്വസിക്കാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്രേസ്. അതിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഗ്രേസ് ഇസ് എ പ്ലാറ്റ്ഫോം വേർ വി ക്യാൻ സ്റ്റാൻഡ്. അതൊരു പ്ലേസ് ആണ് എവിടെ നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. എങ്ങനെ? റിലേഷൻഷിപ്പിനകത്ത് നിന്നുകൊണ്ട് കൂട്ടായ്മ ആലോചിച്ച് പിതാവിന്റെ വളർച്ചയിലും പുത്രന്റെ വളർച്ചയിലും പരിശുദ്ധാത്മാവിന്റെ വളർച്ചയിലും ആ സ്വരൂപത്തിലും സദൃശ്യത്തിലേക്കും എന്നെ നിങ്ങളെ പണിയുവാൻ, ബലപ്പെടുവാൻ ശക്തീകരിക്കുന്ന ഒരു പ്രസൻസ് ആണ് ഗ്രേസ് എന്ന് പറയുന്നത് തന്നെ. അപ്പൊ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പല വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കിക്കണം, ദൈവരാജ്യത്തിന്റെ യാത്രയിൽ നമ്മൾ ഒരു സത്യം എടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യുകയല്ല. അതൊരിക്കലും നടക്കത്തില്ല. നമ്മൾ മനസ്സിലാക്കിക്കണം. കാരണം എന്നാന്ന് മനസ്സിലാക്കണം, നമ്മളൊരു ഒരു 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 പ്രോമിസ് എടുത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ, കാരണം എന്നാന്നറിയാം, നമ്മുടെ ഹെഡ് നോളജിലോട്ടാണ് ഇത് വരുന്നത്. കാരണം വചനം പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു പറയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന, നിങ്ങൾ കാണുന്ന യാഥാർത്ഥ്യം നേരെ ഓപ്പോസിറ്റാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ വചനം ഇങ്ങനെ പറയുന്നു, പക്ഷെ ഇതെന്താ ഇങ്ങനെ? കാരണം ഈ കാഴ്ച നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നത് അതനുസരിച്ച് ആ വചനത്തെ നമ്മൾ കാണുവാനും ആ വചനത്തെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനും വന്നാൽ നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ബിക്കോസ് ഇരുമനസ് വരും. ഇരുമനസ് വന്നാൽ ഇരുമനസ്സുള്ളത് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാ സത്യങ്ങളും, എല്ലാ വചനങ്ങളും, ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകളെല്ലാം ഇറ്റ് ഹാസ് ടു ബി ഫസ്റ്റ് റിസീവ്ഡ് ഇൻ യുവർ ഹാർട്ട്. ഹൃദയത്തിലേക്ക് വരണം, ഹൃദയ കണ്ണുകൊണ്ട് വേണം. അപ്പൊ ഹൃദയം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കണം, നിങ്ങളുടെ ആത്മീയ മനുഷ്യൻ, അകത്തെ മനുഷ്യനെ കൂടെ കാണാനുള്ള പരിശീലനത്തിന് നമ്മളെ സഹായിക്കുന്ന ശക്തിയാണ് കൃപ. കാരണം ഇത്രയും നാളും ഒരു കാര്യത്തെ നമ്മൾ കാണും,
അതിനെക്കുറിച്ച് ചിന്തിക്കും, എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ എനിക്ക് പുറത്തു വരാം. ഇതായിരുന്നു നമ്മുടെ ഇത്രയും നാളത്തെ നമ്മുടെ ജീവിതശൈലി നമ്മൾ പഠിച്ചു വെച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നൊരു കാര്യം മനസ്സിലാക്കണം, അത് പഴയ മനുഷ്യന്റെ ചിന്താഗതിയാണ്. നിങ്ങൾ ലോകത്താ ജീവിക്കുന്നത്, പക്ഷെ ദൈവരാജ്യത്തിലാണ്. കാരണം ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. അപ്പൊ ലോകത്തിന്റെ വഴികളിലല്ല ഇനി ഞാൻ പോകേണ്ടത്, ദൈവരാജ്യത്തിന്റെ വഴികളിലാണ്. അപ്പൊ അകത്തെ മനുഷ്യൻ അതിനെ ശക്തീകരിക്കുന്ന ഒരു ഫോഴ്സ് ആണ് ഈ ഗ്രേസ് എന്ന് പറയുന്നത് തന്നെ. അതിന് ദൈവം തന്നെ കാരണഭൂതൻ, ദൈവം പുത്രനെ അയച്ച് കൃപയും സത്യവും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി. ആ പ്ലാറ്റ്ഫോം ആണ് ഗ്രേസ്. അതിലേക്കാണ് നിങ്ങൾ ജനിച്ചു വീണിരിക്കുന്നത് തന്നെ അതിലാണ്. അപ്പൊ ആ ബന്ധത്തിൽ നമ്മൾ ഉറയ്ക്കണം ആദ്യം. അപ്പൊ ദൈവം നമ്മളെ കാണുമ്പോൾ ഹി സീസ് സംതിങ് ഡിഫറെന്റ്. അപ്പൊ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പില് ഗ്രേസ് ഒരുപാട് നമ്മളെ സഹായിക്കും വളരാൻ. കാരണം ദൈവം നമ്മളെ കാണുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കോണം. ഹി ഹാസ് 2 റിലേഷൻഷിപ്പ് ആയിരിക്കും ദൈവം നമ്മളെ കാണുന്നത് എപ്പോഴും. ഒന്ന്, നമ്മൾ ഇപ്പോൾ ക്രിസ്തുവിൽ ആരായിരിക്കും, നമ്മുടെ എല്ലാം നമ്മളെ അവസ്ഥ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഏത് തലത്തിൽ നമ്മൾ വളർന്നിട്ടുണ്ട്. 2, ഹൂ വി ആർ ബിക്കമിങ്, നമ്മൾ എങ്ങോട്ടാണ് നമ്മുടെ യാത്ര, ക്രിസ്തുവിൽ നമ്മൾ ആരായി തീരുന്നു. അപ്പൊ ദൈവം എപ്പോഴും കാണുന്നത് ഈ സീസ് ഫ്രം ദ കംപ്ലീഷൻ സേക്ക്. നമ്മൾ ആരായി തീർന്നു, അവിടുന്ന് ഫുൾനെസ്സിലാ ദൈവം എപ്പോഴും നമ്മളെ കാണുന്നത്. അതാണ് ദൈവരാജ്യത്തിന്റെ ഒരു മഹത്വം. കാരണം യേശു വന്ന് ദ ഫുൾനെസ് ഓഫ് ഗ്രേസ്, ആ ഫുൾനെസ്സിൽ നമ്മൾ പരിപൂർണരാന്ന് കൊളോസ്യർ 2:9 പറയുന്നു. പക്ഷെ നമ്മൾ നോക്കും, നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ നമുക്ക് ആ പരിപൂർണതയൊന്നും പല മേഖലകളും നമ്മൾ കാണുന്നില്ല. അതിലേക്കുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു ശക്തിയാണ്, പ്രസൻസ് ആണ് ഈ ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പൊ ദൈവം എപ്പോഴും നമ്മളെ കാണുന്നത് കംപ്ലീഷൻ, എങ്ങനായിത്തീർന്നു, പരിപൂർണനായിട്ടാണ് ദൈവം നമ്മളെ കാണുന്നത്. സോ ഹി സീസ് യു ഫ്രം ദ എൻഡ് ആസ് വെൽ ആസ് ഹി സീസ് യു ഫ്രം ദ ബിഗിനിങ്. അപ്പോൾ ആദിയിൽ നിന്നാണ്, സ്റ്റാർട്ടിംഗ് പ്ലേസിൽ ദൈവം നമ്മളെ കാണുന്നുണ്ട്, ദ എൻഡിൽ നമ്മളെ കാണുന്നുണ്ട്. ഇതിന്റെ ഇടയിലുള്ള ഈ സ്പേസ് ആണ് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇവിടാണ് നമ്മുടെ റിലേഷൻഷിപ്പിലും കൂട്ടായ്മയും നമ്മൾ ആചരിച്ച് നമ്മൾ വളരാൻ വരുന്നത്. അപ്പൊ ലോകത്തിന്റെ വഴികളിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ വഴികളിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ വ്യക്തിത്വം, ക്രിസ്തുവിൽ ആരാ എന്നുള്ള അത് വളർച്ചയിലേക്ക് വരണം. അത് വളർച്ചയിലേക്ക് വരുവാൻ, അത് വളരുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ഈ കൃപ. അതിനാണ് ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾക്ക് അനുവദിച്ചു തരും. എന്തിനാ? ഇതിലെല്ലാം കൂടെ ദൈവത്തിന്റെ നേച്ചറിലേക്ക് എനിക്ക് നിങ്ങൾക്ക് വരാൻ വേണ്ടി. കാരണം ദൈവം നമുക്കറിയാം, ദൈവം മാറ്റമില്ലാത്തതാണ്, ഈസ് അൺചേഞ്ചിങ്, കൺസിസ്റ്റന്റ് ആണ്. അപ്പൊ അതിലേക്ക് ഏത് സാഹചര്യത്തിലും നടുവിലും കുലുക്കമില്ലാതെയും മാറ്റമില്ലാതെയും ഈ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി ദൈവം നമ്മളെ ശക്തീകരിക്കുന്നതാണ് ഈ കൃപ എന്ന് പറയുന്നത്. സോ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരണം. അപ്പൊ ഒന്നുകൂടെ പറയാം, കൃപ തുടങ്ങുന്നത് തന്നെ സ്വർഗത്തിലാണ്. സ്റ്റാർട്ടിംഗ് പ്ലേസ് ഇസ് ദ ഫാദേഴ്സ് ലവ്. പിതാവിന്റെ സ്നേഹം, യേശുവിനെ എങ്ങനെ സ്നേഹിക്കുന്നു അതിൽ നിന്ന് വേണം. ആ സ്നേഹത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ കുറവുകളൊക്കെ കവറപ്പ് ചെയ്യും ഈ സ്നേഹം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ ദൈവമക്കളെ, എന്തുമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അപ്പൊ റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞു, ആ ഫാദേഴ്സ് ലവിനെ ബേസ് ചെയ്താണ് ഈ ഗ്രേസ് എല്ലാം വർക്ക് ചെയ്യുന്നത് തന്നെ. ബിക്കോസ് ഓഫ് ദ ഫാദേഴ്സ് ലവ് ടു ജീസസ് ഇൻ us. അപ്പൊ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നത് പുത്രനിൽ കൂടാണ്. അതുകൊണ്ടാണ് നമ്മളെ തൻ്റെ പുത്രനാകുന്ന ആദ്യ സ്നേഹത്തിലേക്ക് നമ്മളെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ സ്നേഹബന്ധത്തിൽ ഞാനും നിങ്ങളും വളരും തോറും, ആ ഒരു റിലേഷൻഷിപ്പിൽ ഞാനും നിങ്ങളും വളരും തോറും നിങ്ങൾക്കൊരു ബോധ്യത്തിലേക്ക് വരും, ഞാൻ ദൈവത്തിന്റെ പ്രിയപുത്രനും ദൈവത്തിന്റെ പ്രിയപുത്രിയുമാണെന്നുള്ള ആ ഒരു വെളിപ്പാടിലേക്ക് ഞാനും നിങ്ങളും വളർന്നു വരും. കാരണം എന്താ ചോദിച്ചാല്, വിശ്വാസത്തിന്റെ അടിസ്ഥാന ഫൗണ്ടേഷൻ തന്നെ ഫെയ്ത്ത് വർക്ക്സ് ബൈ ലവ്. അപ്പൊ നമ്മളെല്ലാം സാധാരണ ഓരോ വിഷയത്തിന്റെ നടുവിൽ നമ്മൾ വിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാനാണ് നോക്കുന്നത്. നോ, ഡോണ്ട് സ്ട്രഗിൾ ടു ഗെറ്റ് ഫെയ്ത്ത്. നോ, കിങ്ഡം പ്രിൻസിപ്പിൾ അനുസരിച്ച് അത് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല. വൈ? യു ഫോക്കസ് ഓൺ ഗോഡ്സ് ലവ്. ദൈവത്തിന്റെ സ്നേഹത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. സോ വെൻ യു ഫോക്കസ് ഓൺ ഗോഡ്സ് ലവ്, ദൈവത്തിന്റെ സ്നേഹത്തിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നു. പിതാവായി ദൈവം എന്നെ, പുത്രനെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ പ്രിയ പുത്രിയാണ്, ദൈവത്തിന്റെ പ്രിയ പുത്രനാണെന്നുള്ള വെളിപ്പാടിലേക്ക് നിറയും തോറും, ആ റിലേഷൻഷിപ്പിലേക്ക് ഞാൻ വളരും തോറും, ഫെയ്ത്ത് ഈസ് ഓട്ടോമാറ്റിക്.
വിശ്വാസം തന്നെ ഉണ്ടാകും. കാരണം എന്നാ? ഫെയ്ത്ത് വർക്ക്സ് ബൈ ലവ്. വിശ്വാസം സ്നേഹത്താൽ ഉളവാകും. അപ്പൊ ഇതെല്ലാം ദൈവരാജ്യത്തിന്റെ എല്ലാ മാർമിക സത്യങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ തുടങ്ങി വെക്കുന്നു. നമ്മുടെ പ്രതികരണം അതിനോടുള്ളത്. ആ പ്രതികരണം എങ്ങനെയാ വരുന്നത്? നമ്മൾ ആ സത്യത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഓരോ മേഖലകളും നമുക്കൊരു വളർച്ച കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ എല്ലാം മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മുടെ മൈൻഡ്, നമ്മുടെ വികാരങ്ങള്, ഫീലിങ്സ്, ഇമോഷൻസ് ഇതൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. കാരണം ഞാൻ ദൈവത്തിന്റെ പ്രിയ പുത്രി, ഐ ആം ദ ബിലവഡ് ഓഫ് ഗോഡ് നമ്മൾ പറയുമ്പോഴും പിന്നെ എനിക്ക് എന്താ ഇത് ഇങ്ങനെ, കാരണം എനിക്ക് എന്താ എന്റെ വിഷയം എന്താ മാറാത്ത, എല്ലാവരുടെയും സംശയവും. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സ് അതിനെ സമ്മതിക്കുന്നില്ല. കാരണം മനസ്സ് എപ്പോഴും നമ്മൾ കാണുന്നത് കാഴ്ചയാലുള്ളതാണ്, നമുക്ക് നമ്മുടെ അനുഭവത്തിൽ വന്നതാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സത്യങ്ങൾ നമ്മളല്ല അപ്ലൈ ചെയ്യുന്നത്. സത്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് അകത്തെ മനുഷ്യൻ അത് കണ്ട്, അകത്തെ മനുഷ്യൻ ആ വെളിപ്പാട് കിട്ടി, അതിനെ പരിശുദ്ധാത്മാവ് അവിടുന്ന് ആ റെവലേഷൻ എടുത്ത് നമ്മുടെ സുബോധ മനസ്സിൽ കൊണ്ടുവന്ന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് മനസ്സും ഹൃദയവും ഒരേ ഡയറക്ഷന് വരുമ്പോഴാണ് അബൈഡിങ്, നമ്മൾ ആ ഒരു അബൈഡിങ് പോസ്റ്ററിലോട്ട് വരുന്നത്. എപ്പോഴേ നമ്മൾ ഒരു മനസ്സുള്ളവനാകത്തുള്ളൂ. ഒരു മനസ്സുള്ളവൻ മാത്രമേ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ പറ്റൂ. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നെങ്കിൽ ഈ സത്യങ്ങൾ നമ്മൾ അങ്ങനെ വേണം അപ്ലൈ ചെയ്യാൻ. നെവർ ടേക്ക് എ ട്രൂത്ത് ആൻഡ് ട്രൈ ടു അപ്ലൈ ഇറ്റ്. ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇതാണ് ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ഇതിനെ എല്ലാം സഹായിക്കുന്ന, ശക്തീകരിക്കുന്ന ഒരു പ്രസൻസ്, അതാണ് ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേസ് സ്റ്റാർട്ട്സ് ഇൻ ഹെവൻ. പിതാവിന്നാണ് തുടക്കം. കൃപയും സത്യവും നിറഞ്ഞ പിതാവിന്നാണ് പുത്രൻ ഭൂമിയിലേക്ക് വചനം മാംസം ധരിച്ചു വരുന്നത്. അത് നമ്മുടെ ഇടയിൽ പാർത്തു, നമ്മുടെ ഉള്ളിൽ വന്നു. ഇന്ന് നമ്മളിലേക്ക് ബന്ധപ്പെടുന്ന പിതാവുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് യേശുവിനെ നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. സോ പിതാവ് എന്തെല്ലാം നമുക്ക് തരുന്നു, ഇതെല്ലാം പുത്രനിൽ കൂടെ. അപ്പോൾ അടുത്തൊരു ചിന്തയിലേക്ക് വരേണ്ടത്, ഗ്രേസ് ഹെൽപ്സ് us to discover everything. പുത്രൻ വഴി നമുക്ക് നൽകപ്പെട്ട എല്ലാത്തിനെയും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ സഹായിക്കുന്നതും കൃപയാണ്. അപ്പൊ ഇതിനൊരു വളർച്ച വേണം. ആ വളർച്ച വരുന്ന മേഖലകളാണ്, ആ തുടക്കമാണ് നമ്മൾ ആ സ്നേഹ ബന്ധത്തിലായിരിക്കും. അപ്പൊ ഉറപ്പിച്ചോണം ഇന്ന്, God knows everything about you. എന്റെയും നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള പൂർണ്ണ അറിവ് ദൈവത്തിന് അറിയാം ഇതെല്ലാം. ആ ഒരു എല്ലാം അറിയുന്ന ഞാനാകുന്നവൻ ഞാൻ, എന്റെ കൂടെയുണ്ട്, എന്റെ ഉള്ളിലുണ്ട്, എന്നെ കൈവിടത്തില്ല, എന്നെ ഉപേക്ഷിക്കത്തില്ല എന്നുള്ള ആ ഒരു ബന്ധത്തിലേക്ക് വരാൻ സഹായിക്കുന്ന ഒരു ശക്തിയാണ് ഗ്രേസ് എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏത് വിഷയത്തിന്റെ നടുവിലും എന്തോ ആയിക്കോട്ടെ, നമുക്കൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പ്രസൻസിലേക്ക് വരാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഗ്രേസ് ഈസ് എ പ്ലേസ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ഗോഡ്. കൃപ നമുക്കൊരു വേദി ഒരുക്കി തരിക, നമുക്ക് നിൽക്കാൻ. ഏത് വിഷയത്തിന്റെ നടുവിൽ ആയിട്ട് നമ്മളെ നിർത്താൻ. കാരണം വചനമെല്ലാം പറയുന്നു, പട്ടിണിക്കോ ദുരിതത്തിനോ വാഴ്ചകൾക്കോ ഒന്നിനും ഉപദ്രവങ്ങൾക്കോ ഇവയ്ക്കൊന്നും എന്നെ നിങ്ങളെയും ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാൻ പറ്റത്തില്ല. വചനമുണ്ട്. കാരണം എന്നെ നമ്മളെ വെച്ചിരിക്കുന്ന ക്രിസ്തുവിനാണ്. കൃപ നമ്മളെ കവർ ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് നിന്നുകൊണ്ട്, ആ കൃപയിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഏത് വിഷയത്തെയും വി ക്യാൻ ബ്രിങ് ഇറ്റ് ഇൻ ടു ദിസ്. ഈ കൃപയ്ക്കകത്തോട് ആ സ്പേസിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പൊ കൃപയെ നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കണം, ഇറ്റ്സ് എ സ്പേസ് ബിറ്റ്വീൻ ദ ഫാദേഴ്സ് ഹാർട്ട് ആൻഡ് യുവർ ഹാർട്ട്. പിതാവിന്റെ ഹൃദയവും നമ്മുടെ ഹൃദയത്തിന്റെ ഇടയ്ക്കുള്ള ഒരു സ്പേസ്, ഇറ്റ്സ് എ സ്പിരിറ്റ് ഫിൽഡ് സ്പേസ്. ആ സ്പേസിലെ അവിടാണ് നമ്മളെ വെച്ചിരിക്കുന്നത് തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കണം. സോ ഏത് വിഷയം നമ്മുടെ മുന്നേ നിൽക്കുന്നത് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. വി ക്യാൻ ബ്രിങ് ഇറ്റ് ഇൻ ടു ദ പ്ലാറ്റ്ഫോം ഓഫ് ഗ്രേസ്. കാരണം ഒന്നിനും നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാൻ പറ്റില്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തിയിൽ നിന്ന്
ഞാനും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ വിഷയത്തും എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കൃപയ്ക്കകത്തേക്ക് നമ്മുടെ വിഷയത്തെ നമ്മൾ കൊണ്ടുവരുമ്പോൾ പിന്നെ ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ് നമ്മളെ സൂക്ഷിക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ ദൈവത്തിന്റെ ആ സൂക്ഷിപ്പ് എങ്ങനെയാണ്, ദ കീപ്പിംഗ് പവർ ഓഫ് ഗോഡ് ഞാനും നിങ്ങൾ പഠിച്ചു വരുന്നത്. അപ്പൊ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ, അപ്പൊ നമ്മളുണ്ട് Psalm 91 എന്ന് പറയും, those who abide in the secret hiding place, he is your fortress. അവൻ നമ്മുടെ ഉറപ്പും ഗോപുരമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ സൂക്ഷിക്കുന്ന പവർ എന്താണ്, ഈ ഗോപുരം എന്താണ്, എവിടാണ് നമ്മളെ സൂക്ഷിക്കുന്നത്, ഇതെല്ലാം റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം നമ്മളെ സഹായിക്കാൻ വേണ്ടി ദൈവം തന്നെ നമ്മളെ ക്രിസ്തുവിനുള്ളിൽ വെച്ചു. അപ്പൊ ക്രിസ്തുവിന്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയോണം എന്നെ കൃപ പുതിയും. അപ്പൊ ഈ വിഷയങ്ങളൊന്നും എന്നെ തകർക്കാനോ തളർത്താനോ അല്ല, മറിച്ച് ദൈവത്തിന്റെ നേച്ചറിലേക്ക് വളരാൻ വേണ്ടിയാണ്. അപ്പോൾ അടുത്തൊരു തോട്ട് വരുന്നുണ്ട്, ഗ്രേസ് ഇസ് ഓൾവേസ് ടൈഡ് ടു ദ നേച്ചർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ക്യാരക്ടർ, ദൈവത്തിന്റെ സ്വഭാവത്തിലേക്കാണ് ഇതെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതറിയാനും അത് രുചിച്ചറിയാനും എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ അതിലെ ഓരോ മേഖലയും ഞാനും നിങ്ങളും വളരണം. അതിനുവേണ്ടി എന്നെ സഹായിക്കുന്ന ഒരു വേദിയാണ്, ഒരു പവറാണ്, ഒരു കീപ്പിംഗ് പവറാണ് ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പല മേഖലകൾ ഞാൻ ഇന്ന് തുറന്നു വന്നു. എനിക്കറിയാം ദിസ് ഈസ് മോർ ഓഫ് ടീച്ചിങ്. അപ്പൊ ഇത് നമുക്കൊരു ഇന്ററാക്ഷൻ കൊണ്ടേ നമുക്കിത് കുറച്ചുകൂടെ ഇതിനകത്ത് വളരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 3 പോയിന്റ് നമുക്ക് ഇന്നിപ്പോൾ എടുക്കാം. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് അടുത്ത ദിവസങ്ങൾ ഇത് ഓരോന്നും നമ്മൾക്ക് എടുത്ത് ഡിസ്കസ് ചെയ്ത് നമുക്ക് പതുക്കെ ഒന്ന് തുറക്കാം, ഒന്ന് ശ്രമിക്കാം. അപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് ക്രോഡീകരിക്കുകയാണ്. ഗ്രേസ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദ എംപവറിംഗ് പ്രസൻസ് ഓഫ് ഗോഡ്. പിതാവ് നമ്മളെ ക്രിസ്തുവിൽ കാണുന്ന ആ വ്യക്തിത്വത്തിലോട്ടുള്ള നമ്മളെ വളരുവാൻ സഹായിക്കുന്ന ദൈവത്തിന്റെ പ്രസൻസ് ആകുന്ന ശക്തിയാണ് കൃപ. സോ ഗ്രേസ് ഇസ് ദ എംപവറിംഗ് പ്രസൻസ് ഓഫ് ഗോഡ് that enable us to become that person as God sees us in Christ. ക്രിസ്തുവിൽ കൂടെ നമ്മളെ ആരായിട്ട് പിതാവ് കാണുന്നു അതിലേക്കുള്ള വളർച്ചയിൽ നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാകുന്ന പ്രസൻസ് ആണ് കൃപ. അത് ദൈവത്തിൽ നിന്നാണ് തുടക്കം, സ്വർഗത്തിലാണ് അതിന്റെ ഉത്ഭവം. അത് വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് വന്നു, നമ്മുടെ ഉള്ളിൽ പാർത്ത് ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് നമ്മളെ വളർത്തുന്നത് ഇപ്പോൾ ഞാൻ ക്രിസ്തുവിൽ ആരായിത്തീരും. ഇപ്പൊ 2 പ്രസന്റ് റിലേഷൻഷിപ്പ്. ഇപ്പോൾ ദൈവം എപ്പോഴും ഈ സീസ് മീ ഇൻ ദ ബിഗിനിങ് ആൻഡ് ഓൾസോ എന്നെ കാണുന്നത് എൻ്റെ കംപ്ലീഷനിലും ദൈവം കാണുന്നത്. ഇതിന്റെ രണ്ടിനും ഇടയിലെ സ്പേസ് ആണ് എൻ്റെ ഐഡന്റിറ്റി. ആ ഐഡന്റിറ്റി ഞാൻ ക്രിസ്തുവിൽ ആരാന്നുള്ള എൻ്റെ വ്യക്തിത്വം, അതിനെ വളർത്തുന്നത് എപ്പോഴും കൂട്ടായ്മയിലാണ്. ആ കൂട്ടായ്മയിലേക്ക് വരാൻ വേണ്ടി ദൈവം ഒരു റിലേഷൻഷിപ്പിലേക്ക് എന്നെ കൊണ്ടുവന്നു. ആ റിലേഷൻഷിപ്പ് ദൈവം തുടങ്ങി വെച്ചതാണ്. ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി മുഖാന്തരം നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. ദൈവത്തിന്റെ പ്രിയ പുത്രന്മാരും പുത്രിമാരുമാണ് നിങ്ങളെ ഒരു സ്നേഹ ബന്ധത്തിനകത്ത് കൊണ്ടുവന്നു. പിതാവ് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറവുകളൊന്നും പിതാവ് കാണുന്നില്ല. കാരണം എല്ലാ കുറവുകളും ക്രൂശിൽ യേശുവിന്റെ ശരീരത്തിലിട്ട് മരിപ്പിച്ചു ഒരു പുതിയ സൃഷ്ടിയാക്കുന്നു. അപ്പൊ യേശുവിന്റെ ഒരു പുതിയ സൃഷ്ടിയുടെ ആ ജീവന്റെ പുതുക്കത്തിലേക്കുള്ള നടത്തത്തിൽ ഞാനും നിങ്ങളും പിതാവിന്റെ നേച്ചർ എന്താന്ന് ആദ്യം മനസ്സിലാക്കണം, ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കണം. അതിലേക്ക് വളരുമ്പോൾ ഓരോ സാഹചര്യത്തിൽ കൂടെ ദൈവത്തിന്റെ നേച്ചറിനെ എനിക്ക് വെളിപ്പെടുത്തി തരും. ഈ നേച്ചറിനെ വെളിപ്പെടുത്തുമ്പോൾ മനസ്സിലാക്കണം ദൈവത്തിന് മാറ്റമില്ല, മാറ്റത്തിന്റെ നിഴലില്ല. അതുപോലെ സ്വരൂപത്തിനും സാദൃശ്യത്തിലേക്കും എന്നെ നിങ്ങളെയും ദൈവം പണിയുക. കൃപ നമ്മളെ പണിയുക ഓരോ ദിവസം. ആ പണിയും തന്നെ ഫസ്റ്റ് ഗ്രേസ് കംസ്. കൃപ ആദ്യം വരും. ആ കൃപ എന്ന പ്ലാറ്റ്ഫോമിൽ എന്നെ നിർത്തിക്കൊണ്ട് ട്രൂത്തിന്, സത്യത്തെ കൊണ്ട്, സോ ദാറ്റ് ഐ ക്യാൻ റിസീവ് ദറ്റ്. ആ സത്യം എനിക്ക് എൻ്റെ ആത്മീയ മനുഷ്യനിലേക്ക് എനിക്ക് സ്വീകരിക്കാം, അത് ഞാൻ കാണാം, അതെൻ്റെ മനസ്സിനകത്ത് വളരാം. വളർന്നു കഴിഞ്ഞ് എൻ്റെ സുബോധ മനസ്സിൽ കൊണ്ടുവന്ന് എൻ്റെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് എനിക്ക് ആ ഒരു നിറവിലേക്ക് പോവാം. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. ദൈനംദിനം ദിവസവും ഞാനും നിങ്ങളും ജീവിതത്തിൽ പ്രാക്ടീസിൽ കൊണ്ടുവരണം ഓരോന്നും. എന്നിട്ട് പറഞ്ഞു ഗ്രേസ് ഇസ് ഓൾവേസ് ടൈഡ് ടു ദ നേച്ചർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ നേച്ചറിലാണ് ഇതെല്ലാം ടൈ ചെയ്തിരിക്കുന്നത്. കാരണം ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതി എന്നെ നിങ്ങളെ പുത്രന്റെ സ്വരൂപത്തിലും സദൃശ്യത്തിലേക്കും പണിയാണ്. പക്ഷെ നമ്മുടെ വിഷയം
ഏത് വിഷയത്തിന്റെ നടുവിൽ നമുക്ക് ഇതിനകത്തുനിന്ന് എങ്ങനെ പുറത്തു വരണം? ഐ വോണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഇതിന് ഉത്തരം എനിക്ക് കിട്ടണം. ഓഫ് കോഴ്സ് തരും. പക്ഷെ കൃപയെ നമ്മൾ ആശ്രയിക്കും തോറും ഈ സാഹചര്യത്തെ കൃപയ്ക്കകത്തോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്നെ ഇത് തകർക്കാതെ അതിനെ എടുത്ത് എൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാൻ എന്നെ സഹായിക്കുന്ന പവറാണ് ഗ്രേസ്. അപ്പോൾ ഗ്രേസ് ഓപ്പറേറ്റ്സ് ഇൻ ഡിഫറെന്റ് വേസ്. പല വിധത്തിലാണ് ഗ്രേസ് എന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്ന്, എന്നെ ഒരു സുരക്ഷിതമായ ഒരു പ്ലേസിൽ എന്നെ നിർത്തുകയാണ്. യേശുവിനകത്ത് എന്നെ നിർത്തിയിരിക്കുന്നു. ആ റിലേഷൻഷിപ്പിലേക്ക് ഓൾറെഡി പിതാവ് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് ഞാൻ കൂട്ടായ്മ ഫെലോഷിപ്പ് ആചരിക്കും തോറും, ഞാൻ ആ കൃപയിൽ ഞാൻ വളരും തോറും, കൃപയും ഇവിടെ സത്യവും ഞാൻ വളരും തോറും, യേശു എങ്ങനെ വളർന്നോ കൃപയിലും ഫേവറിലും, എങ്ങനെ പിതാവിന്റെ ബന്ധത്തിലും മനുഷ്യരോടുള്ള ബന്ധത്തിലും വളർന്നു, അതുപോലെ ഞാനും നിങ്ങളും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആ നിറവിൽ വളരുവാനും, അതേസമയം നമ്മൾ ഭൂമിയിലാണ് മനുഷ്യരോടുള്ള ബന്ധത്തിലും നമ്മൾ ദൈവത്തിന്റെ നേച്ചറിൽ വളരും തോറും തിന്മയെ തിന്മ കൊണ്ട് എതിർക്കാതെ തിന്മയെ നന്മ കൊണ്ട് എതിർക്കുന്ന ഒരു തലത്തിലേക്ക്, ഒരു വളർച്ചയിലേക്ക് ദൈവം വളർത്തുന്ന ദൈവത്തിന്റെ ശക്തിയാണ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. എൻ്റെ ദൈവമക്കളെ, ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ആ 3 പോയിന്റ്സ് മാത്രം ഒന്ന് ഹൈലൈറ്റും ചെയ്യാം. കാരണം അടുത്ത ദിവസം നമുക്ക് ഇതിനെക്കുറിച്ച് ഓരോന്നും ഒരു ഡിസ്കഷൻ രൂപത്തിലെടുത്ത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ല ഞാൻ തിയോളജി മാത്രം പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. അതുകൊണ്ട് സോ ഔട്ട് ഓഫ് ദ എക്സ്പീരിയൻസ് ഈച്ച് വൺ ഓഫ് എസ് ഹാവ്, നമുക്ക് അതിനകത്ത് നമുക്ക് മുന്നോട്ട് വളരാൻ നമ്മളെ സഹായിക്കട്ടെ. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം നമ്മുടെ പൂർണ്ണ രൂപത്തിൽ ദൈവം നമ്മളെ അറിയുന്നുണ്ട്. കാരണം നമ്മുടെ എല്ലാം ദൈവത്തിന് മുന്നമേ അറിയും. നമ്മൾ ഇപ്പോൾ ക്രിസ്തുവിൽ ആരാണ്, നമ്മൾ ക്രിസ്തുവിൽ ആരായിത്തീരും. അപ്പൊ ദൈവം നമ്മളെ എപ്പോഴും പരിപൂർണത രൂപത്തിൽ നിന്നാണ് നമ്മളെ കാണുന്നത്. കാരണം പരിപൂർണനകത്താണ് എന്നെ നിങ്ങളെ വെച്ചിരിക്കുന്നത്. യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരാണെന്ന് വചനം പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ പല മേഖലയിലും പരിപൂർണതയില്ല. പക്ഷെ അവിടെ എല്ലാം ഒരു വളർച്ച വരും. വളർച്ച കൊണ്ടുവന്ന് എവിടെല്ലാം പോരായ്മയുണ്ടോ അതിലേക്ക് കൃപ നമ്മളെ സഹായിച്ച് ആ സ്വരൂപത്തിലും സദൃശ്യത്തിലും ആ മേഖലകളെല്ലാം ഒരു വളർച്ച വരണം. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു പാക്കേജ് പോലെ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അതിനകത്ത് ആത്മാവിന്റെ ഫുൾനെസ് ഉണ്ട്, ദേഹിയുടെ ഫുൾനെസ് ഉണ്ട്, മനസ്സിന്റെ ഫുൾനെസ് ഉണ്ട്, ഫിസിക്കൽ ഫുൾനെസ് ഉണ്ട്. ഇതെല്ലാം കൂടെ വളർന്നു വരും. അപ്പൊ ഈ റിലേഷൻഷിപ്പ് ഞാൻ വളരും തോറും, ഈ ദൈവം ആര്, ദൈവം എനിക്ക് ആരെന്നുള്ള ബന്ധത്തിൽ ഞാൻ വളരും തോറും എൻ്റെ എല്ലാ മേഖലകളും ഒരു വളർച്ച വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനെ നമ്മളെ സഹായിക്കുന്ന ഇറ്റ്സ് ദ പവർ ഓർ ദ പ്രസൻസ് ഓഫ് ഗോഡ് എൻ്റെയും നിങ്ങളുടെയും വന്നിരിക്കുന്ന, ഒരു കാലത്തും ഒരു നാളും കൈവിടാത്ത, ഒരു നാളും ഉപേക്ഷിക്കാത്ത, നമ്മളെ ഏത് നിമിഷവും നമ്മളെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ പവറാകുന്ന പ്രസൻസ് ആണ് the grace of God. I think I'll stop it, and next time we'll just go one by one.